ഒരിക്കലൊരു കാക്ക ഒരു അരയന്നത്തെ കണ്ട് അരയന്നത്തോട് പറഞ്ഞു, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ. അരയന്നം പറഞ്ഞു, എന്നേക്കാൾ സൗന്ദര്യം തത്തകൾക്കുണ്ട്. ഒരു ദിവസം തത്തയെ കണ്ടപ്പോൾ കാക്ക തത്തയോടും പറഞ്ഞു, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ, എന്നെ നോക്കി യാതൊരു ഭംഗിയുമില്ല. തത്ത പറഞ്ഞു, എന്നേക്കാൾ സൗന്ദര്യം മയിലുകൾക്കുണ്ട്. ഒരു ദിവസം കാക്ക മൃഗശാലയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ ആൾക്കൂട്ടം ഒരു മയിലിനെ നോക്കി ആസ്വദിക്കുന്നത് കണ്ട് കാക്ക പറന്നു ചെന്ന് മയിലിനോട് പറഞ്ഞു, അരയന്നവും തത്തയുമൊക്കെ പറഞ്ഞത് ശരിയാ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ. എന്നെ നോക്കിയേ യാതൊരു സൗന്ദര്യവും ഭംഗിയുമില്ലാത്തൊരു ജീവിയാണ് ഞാൻ. മയിലമ്മ സങ്കടത്തോട് പറഞ്ഞു, കാക്കേ, നീ ഇങ്ങനെ പറയരുത്. എത്രയോ തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടൊരു കാക്കയായിരുന്നെങ്കിൽ. സൗന്ദര്യവും നിറവുമൊക്കെ ഉള്ളത് ശരിയാ, പക്ഷേ നോക്കിയേ, എല്ലാവരും ഒരു കാഴ്ചവസ്തുവായി മാത്രമേ എന്നെ കാണുന്നുള്ളൂ. എന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് വേണ്ടി കരയാനോ വിലപിക്കാനോ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ കാക്കേ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ നീ ആലോചിച്ചിട്ടുണ്ടോ? എത്രയോ കാക്കകളാണ് നിനക്ക് വേണ്ടി പോരാടാനും നിലവിളിക്കാനും കൂടെയുള്ളത്. നീ നിൻ്റെ ശക്തി അറിയുക. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാ, നമ്മൾ മറ്റുള്ളവരുടെ പാത്രത്തിലേക്കാണ് നോക്കുന്നത്. അവർക്കെന്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഒന്ന് നോക്കുക. നമുക്ക് സൗന്ദര്യമില്ലെന്നും ശക്തിയില്ലെന്നുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഒന്ന് മനസ്സിലാക്കുക, നിനക്കുള്ള സൗന്ദര്യമോ നിനക്കുള്ള ശക്തിയോ ദൈവം വേറെ ആർക്കും കൊടുത്തിട്ടില്ലെന്നേ. ഗോഡ് ബ്ലെസ് യു.